ഇത്രയ്ക്കും വിവരവും ബുദ്ധിയൊന്നും ഇല്ലാത്തൊരു ഭരണകൂടത്തിന് കീഴിലാണ് ഇന്നത്തെ കേരളം ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എന്തൊരു കഷ്ടമാണ് എൻ്റെ ഈശ്വര, സഹിക്കാനാകുന്നില്ല. അതായത് ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന ശുദ്ധ മണ്ടത്തരം കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. സംഭവം ഞാനൊന്ന് ചുരുക്കി പറയാം. ഒരു രഹസ്യ പോലീസുകാരൻ എന്നാൽ ആരാണ്? ജനക്കൂട്ടത്തിനിടയിൽ ഒരാളായി ആരും തിരിച്ചറിയാത്ത വേഷത്തിൽ ശത്രുവിന്റെ നീക്കങ്ങൾ നിശബ്ദമായി നിരീക്ഷിച്ച് രാജ്യത്തെയും ജനങ്ങളെയും കാക്കുന്നവൻ അല്ലെ? സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനകളായ ഇസ്രയേലിന്റെ മൊസാദോ, അമേരിക്കയുടെ CIA നമ്മുടെ ഭാരതത്തിന്റെ സ്വന്തം റോയോ ആയിക്കൊള്ളട്ടെ, അവരുടെ വിജയ രഹസ്യം ഒന്നേയുള്ളൂ, രഹസ്യാത്മകതയാണ്. പക്ഷേ സാക്ഷര കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ കഥ മാറും. ഇവിടെ രഹസ്യ പോലീസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും ഇനി മുതൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ എവിടെ ഇരിക്കുന്നു എന്നും ആരെക്കുറിച്ചാണ് അന്വേഷിക്കുന്നതെന്നും പിണറായി സർക്കാർ മൈക്കിലൂടെ വിളിച്ചു പറയും. പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്ന മഹാസംഭവം കേട്ടാൽ ഏതൊരു സാമാന്യ ബുദ്ധി ഉള്ളവനും നെറ്റിയിൽ തലയിൽ കൈവച്ചു പോകും. സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ഒരു ഭരണകൂടം ഇത്രയും തരം താഴ്ന്നുവോ? സംസ്ഥാനത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ നടുറോഡിൽ ലേലം വിളിക്കുന്ന പിണറായി സർക്കാരിന്റെ പുതിയ വികസന നാടകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ടു ദി എക്സ്പ്ലെയിനർ. ആദ്യം നമുക്ക് കാര്യങ്ങളൊന്ന് പഠിക്കാം. കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹം പോലെയാണ്. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് തട്ടുകളാണുള്ളത്. ഒന്ന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച്, അഥവാ ഇത് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലാണ് ഉണ്ടാവുക. ലോക്കൽ ലെവലിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഇവർ അന്വേഷിക്കും. രണ്ടാമത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആണ്, അഥവാ SSB. ഇതാണ് യഥാർത്ഥ പവർ സെന്റർ. ഇവർ നേരിട്ട് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ നീക്കങ്ങൾ, തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളുടെ പ്രവർത്തനം, വർഗീയ സംഘർഷ സാധ്യതകൾ എന്നിവയൊക്കെ ഇവർ മുൻകൂട്ടി അറിയണം. ഇതിലെ ഉദ്യോഗസ്ഥർ ലോക്കൽ സ്റ്റേഷനുമായി ഒരു ബന്ധവും വെക്കില്ല. അവരുടെ ഓഫീസിൽ ബോർഡ് ഉണ്ടാകില്ല, വണ്ടിയിൽ സ്റ്റിക്കർ ഉണ്ടാകില്ല. ഒരു നിഴൽ പോലെ അവർ കാര്യങ്ങളൊക്കെ കണ്ടെത്തി ADGP വഴിയോ നേരിട്ടോ മുഖ്യമന്ത്രിയെ അറിയിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലോ പുറത്തോ ഗൗരവത്തോടെ സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് ബലം നൽകുന്നത് ഈ SSB ഉദ്യോഗസ്ഥർ ജീവൻ പണയം വെച്ച് കൊണ്ടുവരുന്ന രഹസ്യ റിപ്പോർട്ടുകളാണ്. അങ്ങനെയുള്ളൊരു അതീവ രഹസ്യ വിഭാഗത്തിനാണ് ഇപ്പോൾ സർക്കാർ പരസ്യ ശവദാഹം ഒരുക്കുന്നത്. എന്തൊരു കഷ്ടാണല്ലേ. വിഷയം പത്തനംതിട്ടയിലാണ്. അവിടെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു പുതിയ യൂണിറ്റ് മന്ദിരം വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ഓഫീസുകൾ നിശബ്ദമായിട്ട് പ്രവർത്തനം തുടങ്ങുകയാണ് പതിവ്. എന്നാൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാമോ? ജനുവരി 24 രാവിലെ 11 മണിക്ക് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. പോരാത്തതിന് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തുന്നു. MP മാരും MLA മാരും ഒക്കെ അടങ്ങുന്ന വലിയൊരു രാഷ്ട്രീയ പട തന്നെ അവിടെ ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നഗരമധ്യത്തിൽ മാർത്തോമ സ്കൂളിന് സമീപം ലൊക്കേഷൻ കൃത്യമായി ഗൂഗിൾ മാപ്പിലിട്ട് കൊടുത്ത് ലോകത്തെ മൊത്തം ഇവർ വിളിച്ചറിയിക്കുകയാണ്. ഞാനിപ്പോ ഈ വാർത്ത വായിക്കുന്നു എന്ന് വെച്ച് ഇനി ആരും അറിയാൻ ബാക്കിയില്ല, അത് വേറെ കാര്യം. അത് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസാണെന്ന്. നാളെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനോ അല്ലെങ്കിൽ ഒരു ക്രിമിനലോ വിചാരിച്ചാൽ ഈ ഓഫീസ് വളയാനോ ആക്രമിക്കാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇന്റലിജൻസ് ഓഫീസർമാർ എന്ന് പറഞ്ഞ് പബ്ലിക് സ്റ്റേജിൽ ഇരുത്തി അവർക്ക് മാലയിട്ട് സ്വീകരണം നൽകിയാൽ പിറ്റേ ദിവസം ഇവർ എങ്ങനെ രഹസ്യമായി ജനങ്ങൾക്കിടയിൽ പോയി വിവരം ശേഖരിക്കും? അവരെ കണ്ടാൽ ജനങ്ങൾ തിരിച്ചറിയില്ലേ? ഓ ദാ വരുന്നു, ഇന്നലെ ചടങ്ങിൽ കണ്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ എന്ന് നാട്ടുകാർ തന്നെ പറയില്ലേ? നമുക്ക് ഇന്ത്യയുടെ സുരക്ഷാ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഡൽഹിയിലുള്ള റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പോലും അതീവ സുരക്ഷാ മേഖലയിലാണുള്ളത്. അവിടെ ആർക്കും പ്രവേശനമില്ല. അവിടെ ഒരു മന്ത്രിയും പോയി ഉദ്ഘാടന മഹാമഹം നടത്തിയിട്ടില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യസുരക്ഷ എന്നത് രാഷ്ട്രീയത്തിന് മുകളിലാണ്. നരേന്ദ്രമോദി സർക്കാർ വൻതോതിൽ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ പരിഷ്കരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ബജറ്റിൽ വേറൊരു വലിയൊരു തുക തന്നെ മാറ്റിവെക്കുന്നുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഒരു ഇന്റലിജൻസ് ബ്യൂറോയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് PR വർക്ക് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? BJP സർക്കാരിന് കീഴിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ കേരളത്തിൽ പിണറായി വിജയന് ഇപ്പോൾ എങ്ങനെയെങ്കിലും തന്റെ ഇമേജ് വർദ്ധിപ്പിക്കണം. അടുത്ത ഇലക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കസേര മുറുക്കെ പിടിക്കണ്ടേ? അതിനായി പോലീസിന്റെ രഹസ്യ സ്വഭാവം പോലും പണയം വെക്കുകയാണ്. പത്തനംതിട്ടയിലെ ജനങ്ങൾക്കിടയിൽ ഒരു ഭരണ നേട്ടം കാണിക്കാൻ വീണ ജോർജിന് ഒരു ഐറ്റവും കിട്ടി. ശബരിമല കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ. അതിന് അവർ തിരഞ്ഞെടുത്തത് സംസ്ഥാനത്തിന്റെ കണ്ണും കാതുമായ സ്പെഷ്യൽ ബ്രാഞ്ചിനെയാണ്. ഇതിലും വലിയൊരു ദുരന്തം വേറെ എവിടെയെങ്കിലും സംഭവിക്കുമോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇത്രയും തരം താഴ്ന്നത്? ഉത്തരം ലളിതമാണ്. പിണറായി സർക്കാർ ഇന്ന് എല്ലാ വശത്തു നിന്നും തകർന്നിരിക്കുകയാണ്. കേരളം കടക്കിണിയിലാണ്. കടമെടുക്കാൻ പോലും ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ടി വരികയാണ്. അല്ലാതെ കടം പോലും കിട്ടില്ല. കാരണം എടുക്കാവുന്നതിന്റെ പരമാവധി എടുത്തു കഴിഞ്ഞു. പെൻഷൻ കൊടുക്കാൻ പണമില്ല. KSRTC ജീവനക്കാർ ആത്മഹത്യയുടെ വക്കിലാണ്. അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നു. ഇത്രയും വലിയ പരാജയങ്ങൾക്കിടയിൽ ജനങ്ങളെ പറ്റിക്കാൻ സർക്കാർ പുതിയൊരു തന്ത്രം ഇറക്കിയിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ സംഭവം. എന്ത് കിട്ടിയാലും അത് ഉദ്ഘാടനം ചെയ്യുക. ഒരു കലുങ്ക് പണിതാലും മുഖ്യമന്ത്രി വരണം. ഒരു രഹസ്യ പോലീസ് ഓഫീസ് പണിതാലും മുഖ്യമന്ത്രി വരണം. PR വർക്കിലൂടെ മാത്രമേ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതായത് ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ല. കൊള്ളയും കൊള്ളിവെപ്പും നടത്തി കേരളം മുടിപ്പിച്ച ഇവർക്ക് ഇപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള 19ാമത് തടവാണ് ഈ ഉദ്ഘാടന മാമാങ്കങ്ങൾ.
വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ചടങ്ങ് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും. അവരുടെ കരിയറിൽ ഇന്ന് വരെ ഇങ്ങനെയൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. അവരങ്ങനെ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. രഹസ്യ പോലീസ് സംവിധാനം സർക്കാർ തന്നെ പരസ്യമാക്കുന്നത് കണ്ട് അവർ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഒരു ഇന്റലിജൻസ് ഓഫീസർ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഈ സംവിധാനത്തിന്റെ രഹസ്യാത്മകത പോയാ പിന്നെ എന്താ പ്രയോജനം? ഞങ്ങൾ ജോലി ചെയ്യുന്നതിൽ എന്താ അർത്ഥം? തീവ്രവാദികൾക്കും ഗുണ്ടകൾക്കും ഇനി സ്പെഷ്യൽ ബ്രാഞ്ചിനെ പേടിക്കേണ്ടി വരില്ല. കാരണം അവരുടെ താവളം എവിടെയാണെന്നും അവർ ആരൊക്കെയാണെന്നും സർക്കാർ തന്നെ കാട്ടിക്കൊടുത്തു കഴിഞ്ഞു. ഇത് പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണ്. പോലീസിനെ വെറും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗുണ്ടകളായി കാണുന്ന ഒരു ഭരണകൂടത്തിന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ. പിന്നെ വിദ്യാഭ്യാസം എന്നൊരു സാധനവും ബോധവും വിവരം എന്നൊരു പറഞ്ഞ സാധനവും ഈ പിണറായി സർക്കാരിനില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് വെറും ഒരു ഉദ്ഘാടനമല്ല, ഇത് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്ന വലിയൊരു ജീർണതയുടെ അടയാളമാണ്. ഭരണ നേട്ടങ്ങൾ കൊട്ടി ആഘോഷിക്കാൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ഒരു മുഖ്യമന്ത്രി ലോകത്തിന് തന്നെ അപമാനമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വികസനത്തെക്കുറിച്ചും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കേരളം ഇന്റലിജൻസ് ഓഫീസിന്റെ ലൊക്കേഷൻ ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്ന തിരക്കിലാണ്. ഈ പോക്ക് എങ്ങോട്ടേക്കാണ്? നാളെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരുടെ പേരും അഡ്രസ്സും വെച്ച് ഒരു പബ്ലിക് ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചാലും അത്ഭുതപ്പെടാനില്ല. പിണറായി സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ, കേരളത്തെ കൊള്ളയടിച്ചും നശിപ്പിച്ചും നിങ്ങൾക്ക് മതിയായില്ലേ? ഇനി ബാക്കിയുള്ള ഈ ചെറിയ സുരക്ഷാ സംവിധാനങ്ങളെ കൂടി തകർക്കണോ? ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ഈ തറവേലകൾ കൊണ്ട് നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? ആരെയാണ് അത്ഭുതപ്പെടുത്തുന്നത്? ആർക്കാണ് ഇത് കണ്ടിട്ട് അത്ഭുതം? പരിതാപകരമല്ലേ? പത്തനംതിട്ടയിലെ ഈ ഇന്റലിജൻസ് ഓഫീസ് ഉദ്ഘാടനം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണല്ലേ? ഇതൊരു തുടർച്ചയാണ്. അധികാരത്തിന്റെ മതത്തിൽ ജനങ്ങളെയും നിയമവ്യവസ്ഥയും പുച്ഛിച്ചു തള്ളുന്ന ഒരു ഭരണാധികാരിയുടെ വികലമായ ബുദ്ധിയിൽ വിരിയുന്ന ആന മണ്ടത്തരങ്ങളുടെ തുടർച്ച. മുമ്പ് കേരളം കണ്ടിട്ടുണ്ട്. കടലിൽ പോയി മീൻ പിടിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളെ പോലും ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച മുഖ്യമന്ത്രിയെ. പക്ഷേ സ്വന്തം മൂക്കിന് താഴെ സ്വർണ്ണക്കടത്ത് നടന്നപ്പോ ഇതേ ഇന്റലിജൻസ് സംവിധാനം എവിടെയായിരുന്നു? മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന സ്വപ്ന സുരേഷ് എന്ന തട്ടിപ്പുകാരി ഭരണം നിയന്ത്രിച്ചപ്പോ ഈ രഹസ്യ പോലീസ് ഉറങ്ങുകയായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ വിഡ്ഢികളല്ല. ഇപ്പോൾ ഈ ശബരിമലയിൽ നിന്നും ഇത്രയും അധികം സ്വർണങ്ങൾ കൊള്ളയടിച്ചപ്പോഴും ഇതേ ഇന്റലിജൻസ് ഓഫീസർ എവിടെയായിരുന്നു? സത്യത്തിൽ ഇന്റലിജൻസിനെ ജനങ്ങളെ സേവിക്കാനല്ല, മറിച്ച് തന്റെയും തന്റെ പാർട്ടിയുടെയും അഴിമതികൾ മൂടി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമായി പിണറായി മാറ്റിക്കഴിഞ്ഞു. നോക്കുക ഈ വിരോധാഭാസം. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. ഗുണ്ടകൾ നടുറോഡിൽ അഴിഞ്ഞാടുന്നു, കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നു, ലഹരി മാഫിയകൾ വളർന്നു പന്തലിക്കുന്നു. എന്നിട്ടും പോലീസിനെ കൊണ്ട് ജനങ്ങളെ തല്ലിക്കാനും നവകേരള സദസ്സിൽ പ്രതിഷേധിച്ചവരുടെ തല അടിച്ചു പൊളിക്കാനും ശബരിമലയിൽ സമരം വയ്ക്കുന്നവരെ കൊല്ലാനും രക്ഷാപ്രവർത്തനം എന്ന പേരിട്ട് ന്യായീകരിക്കാനും മുഖ്യമന്ത്രിക്ക് നാണമില്ല. ഇപ്പോ ഇതാ ഇന്റലിജൻസ് ഓഫീസിന്റെ ലൊക്കേഷനും ഓഫീസർമാരുടെ മുഖവും ലോകത്തിന് കാണിച്ചു കൊടുത്ത് വികസന നായകനാകാൻ ശ്രമിക്കുന്നു. കഷ്ടം തന്നെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇത്രത്തോളം വിവരക്കേട് കാണിച്ചിട്ടുണ്ടോ? രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ഒരു വെടിക്കെട്ടും ഉത്സവവും പോലെ കൊട്ടി ഘോഷിക്കുന്നത് കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് മലയാളികൾ. കൊള്ളയും കൊള്ളിവെപ്പും നടത്തി ഖജനാവും ശൂന്യമാക്കി ഇനി വരാനിരിക്കുന്ന തലമുറയെ പോലും കടക്കണിയിലാക്കി ക്ഷേത്രവും കൊള്ളയടിച്ച് മുടിപ്പിച്ച ഈ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാനായി ഇങ്ങനെയുള്ള തറവേലകളല്ലാതെ മറ്റൊന്നും കൈമുതലായിട്ടില്ല. പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ സത്യത്തിൽ സുരക്ഷാ കാര്യങ്ങളിൽ വെറും വട്ടപൂജ്യമാണെന്ന് ഈ നടപടിയിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആന മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ച് കേരളത്തെ ലോകത്തിന് മുന്നിൽ പരിഹാസ്യനാക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് മോഡൽ ഉഡായിപ്പുകൾക്ക് കാലം തന്നെ മറുപടി നൽകും. രഹസ്യ പോലീസിനെ പരസ്യ പോലീസാക്കി മാറ്റിയ ഈ ലോക വിവരമില്ലാത്ത ഭരണകൂടം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാധ്യതയാണെന്ന് പറയാതെ വയ്യ. ഇത്രയും തരം താഴ്ന്നൊരു ഭരണകൂടം ഇന്ത്യയിൽ വരെ കാണില്ല. സ്വന്തം നിലനിൽപ്പിനായി സംസ്ഥാനത്തിന്റെ സുരക്ഷാ കവചത്തെ തന്നെ അറുത്തുമാറ്റുന്ന ഈ വികസന നാടകത്തിനെതിരെ നമ്മൾ പ്രതികരിക്കണം. അല്ലാതെ മറ്റൊരു വഴിയുമില്ല. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.